Dear friends, welcome to my class. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചാണ്. അതായത് ആക്റ്റീവ് വോയിസിലെ 12 ടെൻസിൽ അവസാനത്തെ പാർട്ടായ ഫ്യൂച്ചർ ടെൻസിലെ 4. ഈ ലാസ്റ്റ് ക്ലാസ്സിലെ ലാസ്റ്റ് 2 വീഡിയോസിൽ ഞാൻ പറഞ്ഞത് പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും ആണ്. പ്രസന്റ് ടെൻസ് 4 തിരിച്ചു എന്ന് ഞാൻ പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പിന്നെ പാസ്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇൻ ദ സെയിം വേ future tense is also classified into 4. The first one is simple future, future continuous, future perfect continuous. This is what I am going to explain today. ഇനി നമുക്ക് ബോർഡിലേക്ക് ഒന്ന് നോക്കാം. ഇതെല്ലാവരും എഴുതിയെടുക്കേണ്ട കാര്യങ്ങളാണ്. ഫ്യൂച്ചർ ടെൻസിൽ ഭാവി കാലത്തിൽ 4 എണ്ണം. ഒന്നാമത് സിമ്പിൾ ഫ്യൂച്ചർ ആണ് വരിക. അതെങ്ങനെയാണ് വരിക? ഐ വിൽ റൈറ്റ് എ നോവൽ. വിൽ റൈറ്റ് എന്നുള്ളതാണ് സിമ്പിൾ ഫ്യൂച്ചർ ആണെന്ന് കണ്ടെത്താനുള്ള ഏറ്റവും വലിയ മാർഗം. ഇൻ ദ പ്ലേസ് ഓഫ് വിൽ റൈറ്റ് വി കൻ ആൾസോ റൈറ്റ് ഷാൾ റൈറ്റ്. വിൽ റൈറ്റ് എന്നതിന് പകരം ഷാൾ റൈറ്റ് എന്ന് എഴുതിയാലും വിരോധമില്ല. അത് ഫസ്റ്റ് പേഴ്സണിന്റെ കൂടെ വില്ല ഷാല എന്നുള്ളത് നമുക്ക് ഓക്സിജൻ വർക്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇനി വിൽ റൈറ്റ് എന്ന് കണ്ടാൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ആണെന്ന് മനസ്സിലാക്കാം. പ്രെഡിക്കേറ്റ് പാർട്ടാണ് നമുക്ക് ഐ എന്നുള്ള സബ്ജക്ട് പാർട്ട്, വിൽ എന്നുള്ള പ്രെഡിക്കേറ്റ് പാർട്ട്, വിൽ റൈറ്റ് എന്നുള്ള പ്രെഡിക്കേറ്റ് പാർട്ട്. പ്രെഡിക്കേറ്റ് പാർട്ടിൽ വിൽ റൈറ്റ് എന്ന് കണ്ടാൽ വിൽ ഓർ ഷാൽ പ്ലസ് ബേസ് ഫോം കണ്ടാൽ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയും. ബേസ് ഫോമിനെ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയും. ടു ഉള്ള ബേസ് ഫോമിനെ ടു ഇൻഫിനിറ്റീവ് എന്ന് പറയും. അപ്പോൾ ഐ വിൽ റൈറ്റ്, ഐ ഷാൽ റൈറ്റ് എന്ന് കണ്ടാൽ സിമ്പിൾ ഫ്യൂച്ചർ. ഞാനൊരു നോവൽ എഴുതും. അപ്പൊ വിൽ റൈറ്റിന്റെ അർത്ഥം എന്താ? എഴുതും. അപ്പൊ നിങ്ങൾക്ക് ഞാൻ കരയും, ഐ വിൽ ക്രൈ, ഇങ്ങനെ എഴുതി പഠിക്കണം. ഈ റൈറ്റിനോടൊപ്പം നമ്മൾ ക്രൈ എന്ന് വെച്ചിട്ട് എഴുതി പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. രണ്ടാമത്തെ ഐ വിൽ ബി റൈറ്റിംഗ് എ നോവൽ. പ്രെഡിക്കേറ്റിലെ വില്ലേ ഓർ ബി, വില്ലേ ബി പ്ലസ് ഐ എന്ന് രൂപം കണ്ടാൽ അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ഇനി അടുത്തത് വില്ലിന്റെ പകരം ഷാൽ വയ്ക്കാം. അപ്പൊ വിൽ ബി റൈറ്റിംഗ് എഴുതിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിൽ ബി ക്രൈങ്. ഞാൻ തിന്നുകൊണ്ടിരിക്കും, ഐ വിൽ ബി ഈറ്റിംഗ്. ഞാൻ ഇരുന്നുകൊണ്ടിരിക്കുന്ന ഐ വിൽ ബി സിറ്റിംഗ്, ഐ വിൽ ബി സ്റ്റാൻഡിങ്. യു ക്യാൻ റൈറ്റ് വെരി ഈസിലി. അടുത്തത് മൂന്നാമത്തെ ഐ വിൽ ഹാവ് റിട്ടൺ എ നോവൽ. ഇതിന് വിൽ ഹാവ് റിട്ടൺ. വില്ലിന് പകരം ഷാലും വരാം. വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും വി എന്ന് കണ്ടാൽ, V3 കണ്ടാൽ അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. അർത്ഥം വരിക എന്താ? എഴുതിയിട്ടുണ്ടാകും. വിൽ ഹാവ് റിട്ടൺ എഴുതിയിട്ടുണ്ടാകും. വിൽ ഹാവ് ക്രൈഡ് കരഞ്ഞിട്ടുണ്ടാകും. വിൽ ഹാവ് ബോട്ട് വാങ്ങിയിട്ടുണ്ടാകും. വിൽ ഹാവ് ബ്രോട്ട് കൊണ്ടുവന്നിട്ടുണ്ടാകും. വിൽ ഹാവ് ഗോൺ പോയിട്ടുണ്ടാകും. എത്ര രസമായിട്ട് എഴുതാം ഓരോ വാചകവും. വളരെ രസകരമായിരിക്കും. അപ്പൊ ആ ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്തിനാണെന്ന് കണ്ടു. ഇനി ഞാൻ എന്തിനാണെന്ന് പറഞ്ഞുതരാം. ഇനി അടുത്തത് 4 വിൽ ഹാവ് ബീൻ ING കണ്ടാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാക്കാം. ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടാകും എന്ന് വരും. എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും എങ്ങനെ പറയാ? ഐ വിൽ ഹാവ് ബീൻ ക്രൈങ്, ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ്, ഐ വിൽ ഹാവ് ബീൻ കുക്കിംഗ്. എത്ര രസകരമായിട്ട് പറയാം. ഏത് വാചകം വേണമെങ്കിൽ ഒന്ന് പറയാം. അപ്പൊ ഇത് 4 ഫ്യൂച്ചർ ടെൻസിലുള്ളത്. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചറിൽ നിങ്ങൾ പറയണമെങ്കിൽ വില്ല് ഓർ ഷാൽ പ്ലസ് ബേസ് ഫോം കണ്ടാൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. എപ്പോഴാണ് അത് ഉപയോഗിക്കുക? തൊട്ട ഭാവിയിൽ ചെയ്യാവുന്ന കാര്യം. ഐ വിൽ വിസിറ്റ് ഹിം ടുമാറോ, ഐ വിൽ മീറ്റ് ഹിം ടുമാറോ, ഐ വിൽ റൈറ്റ് എ നോവൽ ടുമാറോ. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ ആണ്. തൊട്ട ഭാവിയിൽ ചെയ്യുന്ന കാര്യത്തെ സൂചിപ്പിക്കാൻ സിമ്പിൾ ഫ്യൂച്ചർ. അതിന്റെ നിയമം എന്താ? വിൽ ഓർ ഷാൽ പ്ലസ് ബേസ് ഫോം. 2 ഐ വിൽ ബി റൈറ്റിംഗ്. വിൽ ബി റൈറ്റിംഗ് എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതെ. അപ്പൊ വിൽ ബി റൈറ്റിംഗ് കണ്ടു കഴിഞ്ഞാൽ വില്ല് ഓർ ഷാല് പ്ലസ് ബി പ്ലസ് ഐ കണ്ടാൽ എഴുതിക്കൊണ്ടിരിക്കും. അപ്പൊ നാളെ ഞാൻ ഈ നേരത്ത് എഴുതിക്കൊണ്ടിരിക്കും. നാളെ ഞാൻ നോവൽ എഴുതുന്നു പറഞ്ഞാൽ സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അത് എപ്പോഴും എഴുതാം. നാളെ ടുമാറോ അറ്റ് ദിസ് ടൈം ഐ വിൽ ബി റൈറ്റിംഗ് എ നോവൽ. നാളെ ഈ നേരത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, തുടർന്നുകൊണ്ടിരിക്കുന്ന, നാളെ ഈ നേരത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യം. സിമ്പിൾ ഫ്യൂച്ചർ എന്തിനാ? ഭാവിയിൽ ചെയ്യുന്ന കാര്യം. ഐ വിൽ റൈറ്റ് എ നോവൽ. അതിന് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ, നെക്സ്റ്റ് വീക്ക് ഒക്കെ ആവും. അതേസമയം ടുമാറോ അറ്റ് ദിസ് ടൈം ഐ വിൽ ബി റൈറ്റിംഗ് എ നോവൽ. നാളെ ഈ നേരത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ കാണിക്കാൻ
ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുക. ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്താ എഴുതാം? വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് ഐ എൻ ജി. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്തിനാ ഉപയോഗിക്കുക? ഒരു നിശ്ചിത സമയം, ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാവും തീരുമാനിച്ചിട്ടുള്ള ജോലി. ഫോർ എക്സാമ്പിൾ, അവർ ഗവൺമെന്റ് വിൽ ഹാവ് കംപ്ലീറ്റഡ് നാഷണൽ ഹൈവേ 66 by 2028. Our government will have completed National Highway 66 by 2028. 2028 നമ്മുടെ ഗവൺമെന്റ് ഈ 66 നാഷണൽ ഹൈവേ പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുണ്ടാകും. അതിന്റെ അർത്ഥം ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തോടു കൂടി ചെയ്തു തീർക്കാൻ ഉദ്ദേശിക്കുന്ന ജോലി. അപ്പൊ അടുത്ത കൊല്ലം അവസാനത്തോടെ ഞാൻ ഒരു നോവൽ എഴുതി തീർത്തിട്ടുണ്ടാവും. ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് മൈ നോവൽ ബൈ നെക്സ്റ്റ് ഡിസംബർ. അടുത്ത ഡിസംബർ, ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തോടെ ചെയ്തു തീർക്കാൻ ഉദ്ദേശിക്കുന്ന ജോലിയെ കാണിക്കാൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉപയോഗിക്കാം. അപ്പൊ മൈ മദർ വിൽ ഹാവ് കുക്ക്ഡ് ഓൾ ഐറ്റംസ് ഓഫ് ഫുഡ് ബൈ 1 o'clock. ഓണത്തിന്റെ നേരത്തെ തുടങ്ങിയ അമ്മ പണിയൊക്കെ 1 മണിയോടുകൂടി അമ്മ എല്ലാ ജോലിയും പൂർത്തിയാക്കിയിട്ടുണ്ടാകും. ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തോടു കൂടി ചെയ്തു തീർക്കാൻ ഉദ്ദേശിക്കുന്ന ജോലിയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഉദാഹരണം പറഞ്ഞാൽ നാഷണൽ ഹൈവേ 2028 ഗവൺമെന്റ് പൂർത്തിയാക്കിയിട്ടുണ്ടാകും എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. എന്തിനാ ഉപയോഗിക്കാൻ നമുക്കത്? ഭാവിയിൽ ഒരു നിശ്ചിത കാലം മുതൽ നിശ്ചിത കാലം വരെ തുടരാൻ ഉദ്ദേശിക്കുന്ന ജോലി. ഉദാഹരണം മലയാളത്തിൽ പറഞ്ഞുതരാം. 2028 മുതൽ 2030 വരെ ഞാൻ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഭാവിയിൽ ഒരു നിശ്ചിത തൊട്ട് നിശ്ചിത സമയം വരെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ജോലി. അതിന്റെ നിയമം എന്താ? വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബി പ്ലസ് ഐ എൻ ജി. മനസ്സിലായില്ലേ? ഇത് കണ്ടാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തോടു കൂടി ജോലി ചെയ്ത് തീർക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്താ പറയാ? നമ്മള് അതിന് പറ്റിയ ടെൻസ് ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചർ എന്താണ്? ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്തിനാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഓരോന്നിനും അതിന്റെ പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞു. അപ്പൊ ഇനി ഞാനിവിടെ പ്രിൻസിപ്പിൾ ഒന്ന് എഴുതി തരാം, അല്ലെങ്കിൽ പറഞ്ഞു തരാം. നിങ്ങളൊന്ന് എഴുതിയിരിക്കണമെങ്കിൽ ഞാൻ വരച്ചത് നിങ്ങൾ എഴുതിയാൽ മതി. വിൽ ഓർ ഷാൽ പ്ലസ് ബേസ് ഫോം. സിമ്പിൾ ഫ്യൂച്ചർ. അതിന് പ്രിൻസിപ്പിൾ എഴുതി വെക്കണമെങ്കിൽ നമ്മൾ വിൽ ഓർ ഷാൽ പ്ലസ് ബേസ് ഫോം, അല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് എഴുതുക. 2 ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്താ? വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് ഐ എൻ ജി, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. 3rd വൺ, വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3 ഓർ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത് കണ്ടാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ്. വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബി പ്ലസ് ഐ എൻ ജി കണ്ടാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. നിങ്ങൾ ഈ 4 വാചകവും ഇതേപോലെ എഴുതി പഠിക്കണം. ഇതുപോലെ ഞാൻ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ പ്രസന്റ് ടെൻസ് തൊട്ട് ഇപ്പൊ ഐ റൈറ്റ് എ നോവൽ എഴുതുക. ഐ ആം റൈറ്റിംഗ് എ നോവൽ, ഐ ഹാവ് റിട്ടൺ എ നോവൽ, ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ നോവൽ എന്ന് പ്രസന്റ് ടെൻസിൽ 4. അടുത്തത് ഐ റോട്ട് എ നോവൽ, ഐ വാസ് റൈറ്റിംഗ് എ നോവൽ, ഐ ഹാഡ് റിട്ടൺ എ നോവൽ, ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് എ നോവൽ. പാസ്റ്റ് ടെൻസ് 8 കഴിഞ്ഞു. ഇനി ഫ്യൂച്ചർ ടെൻസിലാണ്. സിമ്പിൾ ഫ്യൂച്ചർ, ഐ വിൽ റൈറ്റ് എ നോവൽ, ഐ വിൽ ബി റൈറ്റിംഗ് എ നോവൽ, ഐ വിൽ ഹാവ് റിട്ടൺ എ നോവൽ, ഐ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ നോവൽ. ഇതിനാകുമ്പോൾ 12 ടെൻസും കഴിഞ്ഞു. വെരി സിമ്പിൾ. ഇതുപോലെ നമ്മൾ അടുത്ത ദിവസത്തെ ഞാൻ ഒരു വർക്ക് തരാം. ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഉദാഹരണമായിട്ട് ഐ വിൽ ബൈ എ കാർ എന്ന് എഴുതുക. സോറി, ഐ ബൈ എ കാർ എന്ന് എഴുതുക. ഐ ബൈ എ കാർ എന്ന് വെച്ചാൽ ഐ ബൈ എ കാർ, ഐ ആം ബൈയിങ് എ കാർ, ഐ ഹാവ് ബോട്ട് എ കാർ, ഐ ഹാവ് ബീൻ ബൈയിങ് എ കാർ, വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ പാസ്റ്റ് ടെൻസ് ഐ ബോട്ട് എ കാർ, ഐ വാസ് ബൈയിങ് എ കാർ, ഐ ഹാഡ് ബോട്ട് എ കാർ, ഐ ഹാഡ് ബീൻ ബൈയിങ് എ കാർ. അടുത്ത ഐ വിൽ ബൈ എ കാർ, ഐ വിൽ ബി ബൈയിങ് എ കാർ, ഐ വിൽ ഹാവ് ബോട്ട് എ കാർ, ഐ വിൽ ഹാവ് ബീൻ ബൈയിങ് എ കാർ. ഇങ്ങനെ 12 വാചകം എഴുതി പഠിക്കുക. ഇതാണ് എക്സാം. ഐ ബൈ എ കാർ എന്നുള്ളതാണ് ഒന്നാമത്തെ സിമ്പിൾ പ്രസന്റ്. നിങ്ങൾക്ക് പിന്നെ 11 എഴുതണം. നിങ്ങൾ അതിന് മലയാളം എഴുതണം. എന്നിട്ട് എഴുതുമ്പോൾ അതിന് പ്രെഡിക്കേറ്റ് ഭാഗം വരയ്ക്കുക. ഞാൻ ഈ വരച്ച പോലെ ആദ്യം റൈറ്റ് വരയ്ക്കുക, ഐ ആം റൈറ്റിംഗ് വരയ്ക്കുക, ഐ ഹാവ്
റിട്ടേൺ ഐ ഹാവ് റിട്ടേൺ എന്ന് വരയ്ക്കുക. ഇങ്ങനെ ഐ ഹാവ് ബോട്ടെന്ന് വരയ്ക്കുക, ഐ ഹാവ് ബീൻ ബൈങ് എന്ന് വരയ്ക്കുക. ഇങ്ങനെ എഴുതി വരച്ച് എഴുതും. അങ്ങനെ അതിൻ്റെ പ്രിൻസിപ്പിൾ ഓർമ്മ വരണം. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ ഒരു വാചകം എഴുതുന്നു പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ എന്താണ് നമ്മുടെ നിയമം? ഫ്യൂച്ചർ കണ്ടിന്യൂസ് വിൽ ബി ING. അപ്പോൾ വിൽ ബി ING എന്നാണ് അതിൻ്റെ പ്രെഡിക്കേറ്റ് വരേണ്ടത്. ഏത് വെർബാ വെക്കണ വെച്ചാൽ അതിനോട് കൂടി ഇങ്ങനെ വയ്ക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഐ വിൽ ബി വാഷിംഗ്. എന്തെളുപ്പമായി, അത്ര സുഖമായിരിക്കും, ഒരു ബുദ്ധിമുട്ടുമില്ല. എഴുതി പഠിക്കുക. നല്ല കുട്ടികളായിട്ട് നല്ലോണം ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഇനിയും പാസീവ് വോയിസ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 തരത്തിലുള്ള വാചകം എഴുതാം. അതിലപ്പുറം ഒരു വാചകം നമുക്കില്ല. നമ്മൾ എഴുതുന്ന ഈ വാചകങ്ങളെല്ലാം ഏത് പുസ്തകത്തിൽ ഏത് പണ്ഡിതൻ എഴുതുകയാണെങ്കിലും ഈ 20 വാചകത്തിൽ 20 രൂപത്തിലുള്ള വാചകത്തിൽ കൊണ്ടൊന്നുമില്ല. നമ്മൾ എഴുതുന്ന എല്ലാ വാചകങ്ങളും ഈ പറയുന്ന 20 രൂപത്തിലുള്ളതായിരിക്കും. അതിൽ ഏതെങ്കിലും ഒന്നാണ്. അപ്പോൾ നമ്മൾ നിശ്ചയിക്കുക, നമ്മുടെ വീട് പണിയുമ്പോൾ എത്ര നില വേണം, ഏത് കല്ല് ഉപയോഗിക്കണം. കല്ലെന്ന് പറഞ്ഞ വാക്കുകൾ, സിമെന്റ് എന്ന് പറഞ്ഞാൽ ഗ്രാമർ, സിമെന്റ് എന്ന് പറഞ്ഞ ഗ്രാമറാണ്. വീട് പണിയുമ്പോൾ സിമെന്റ് ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷിൽ ഗ്രാമർ വയ്ക്കണം. വാക്കുകൾ ശരിക്കും ചേർത്ത് വെക്കുക. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്രാമർ വെച്ച് കൊടുത്താൽ സ്ട്രോങ് ആയി. അതൊന്നും നല്ലോണം ഗ്രാമർ വെച്ച് ചുമരം തേച്ചാൽ ചെത്തിത്തേപ്പ് കഴിഞ്ഞു, നല്ല ഫിനിഷിംഗ് ആയി. ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫിനിഷിംഗ് പോയി. അതാണ് വേണ്ട പോലെ ഗ്രാമർ ഉപയോഗിച്ചാൽ നല്ല ഫിനിഷ് ആയിട്ടുള്ള റീഫൈൻഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ആവും, നല്ല ആർട്ടിക്കിളായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇന്ന് ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. നല്ലപോലെ ഇത് പാസീവ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഏത് വാചകങ്ങൾ എഴുതാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ച് വെർബ് കൂടുതലായിട്ട് പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഗ്രാജുവലി നമുക്ക് വായന കൊണ്ടും പത്രങ്ങൾ കൊണ്ടുമൊക്കെ കിട്ടാവുന്നതേ ഉള്ളൂ. ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ ഒരുപാട് വാക്കുകൾ നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും നന്ദി, നമസ്കാരം.